ഡിയർ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ 2025 ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. നവംബർ 30, 2025 എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇനി 10 ദിവസം കൂടിയേ എക്സാമിനുള്ളൂ. ഈ അവസരത്തിൽ എന്താണ് ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ, ഓബ്ജക്റ്റ് എന്താണ്, എക്സാം സ്ട്രക്ചർ, ഹൗ ടു ക്രാക്ക് എയ്ബ് എക്സാം ഈസിലി എന്നൊക്കെ വളരെ ക്വിക്കായി ഈ വീഡിയോയിലൂടെ നമുക്കറിയാം. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നടത്തുന്ന മാൻഡേറ്ററി ക്വാളിഫയിങ് എക്സാമാണ് ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ. ഇന്ത്യയിലെ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യണമെന്നാഗ്രഹിക്കുന്ന LLB നിയമ ബിരുദധാരികൾ നിർബന്ധമായും അതത് സ്റ്റേറ്റ് ബാർ കൗൺസിലുകളിൽ എൻറോൾ ചെയ്യണം. എൻറോൾമെന്റ് സമയത്ത് 2 വർഷം വാലിഡിറ്റിയുള്ള പ്രൊവിഷണൽ എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റ് നൽകുകയും അതിനുശേഷം തുടർന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ പാസ്സാവുകയും വേണം. ഇത് ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. വർഷത്തിൽ 2 പ്രാവശ്യമാണ് സാധാരണഗതിയിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ നടത്തിവരുന്നത്. എയ്ബ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷന്റെ ലക്ഷ്യങ്ങൾ: ഇന്ത്യയിലെ എല്ലാ നിയമ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകരുടെയും പ്രൊഫഷണൽ സ്കില്ലിന് ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ പരീക്ഷ ഒരു അടിസ്ഥാന മാനദണ്ഡം സൃഷ്ടിക്കുന്നു. ഇതിലൂടെ ലീഗൽ പ്രൊഫഷന്റെ ഗുണനിലവാരവും സമഗ്രതയും നിലനിർത്താൻ പരീക്ഷ സഹായിക്കുന്നു. ഫലപ്രദമായി നിയമം പ്രാക്ടീസ് ചെയ്യുന്നതിന് ആവശ്യമായ അറിവും വൈദഗ്ധ്യവും ഓരോ നിയമ പ്രൊഫഷണലിനും ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നതിൽ എയ്ബ് പരീക്ഷയുടെ പ്രാധാന്യം കുടികൊള്ളുന്നു. ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ പാസ്സാവുന്നതിലൂടെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ലഭിക്കുകയും ഇന്ത്യൻ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് ലഭിക്കുകയും ചെയ്യുന്നു. എയ്ബ് എക്സാം ഫോർമാറ്റ് ആൻഡ് റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓഫ്ലൈൻ മോഡിൽ നടത്തുന്ന 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് എയ്ബ് എക്സാമിനുള്ളത്. 3.5 മണിക്കൂറാണ് എക്സാമിന്റെ ദൈർഘ്യം. ഏറ്റവും വലിയ പ്രത്യേകത നെഗറ്റീവ് മാർക്സ് ഒന്നും തന്നെയില്ല. ഇംഗ്ലീഷ് ഭാഷയിലും 22 പ്രാദേശിക ഭാഷകളിലുമായി ക്വസ്റ്റ്യൻ പേപ്പർ ലഭ്യമാകും. ഇത് ഒരു ഓപ്പൺ ബുക്ക് എക്സാം ആണ്. കംപ്ലീറ്റ്ലി ഓപ്പൺ ബുക്ക് എക്സാം അല്ല, പാർഷ്യൽ ഓപ്പൺ ബുക്ക് എക്സാം ആണ്. കാരണം ബെയറാക്ട്സ് മാത്രമേ എക്സാം ഹാളിൽ അലൗഡ് ആയിട്ടുള്ളൂ. ബെയറാക്ട്സും ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നോട്ട്സോ കോമൻസോ അനോട്ടേഷൻസോ കേസ് ലോസോ ഒന്നും തന്നെ ഇല്ലാത്ത ബെയറാക്ട്സ് ആയിരിക്കണം എക്സാം ഹാളിൽ അലോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക്, നോട്ട്ബുക്ക്, റഫറൻസ് മെറ്റീരിയൽ, ഡിജിറ്റൽ മെറ്റീരിയൽ, അതർ ഐറ്റംസ് ഒന്നും തന്നെ എക്സാം ഹാളിൽ അലൗഡ് അല്ല. അഭിഭാഷകരുടെ നിയമത്തിലുള്ള അഭിരുചി, അനലറ്റിക്കൽ സ്കിൽ, പ്രാക്ടിക്കൽ സ്കിൽ എന്നിവ അളക്കുന്ന രീതിയിലുള്ള 100 ചോദ്യങ്ങളാവും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. 19ഓളം വിഷയങ്ങളാണ് ഒരു ചോദ്യ പേപ്പർ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഇതൊരു ക്വാളിഫയിങ് എക്സാം ആയതുകൊണ്ട് തന്നെ ജനറൽ കാറ്റഗറി, അതർ ബാക്ക്വേർഡ് കാറ്റഗറിയിൽ പെടുന്ന കാൻഡിഡേറ്റ്സ് 45% മാർക്കും, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, PWD കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സ് 40% മാർക്കും സ്കോർ ചെയ്താൽ എക്സാം ക്വാളിഫൈ ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. സ്റ്റേറ്റ് ബാർ കൗൺസിലുകളിൽ എൻറോൾ ചെയ്തിട്ടുള്ള അഡ്വക്കേറ്റ്സിനാണ് ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുന്നത്. പ്രത്യേകം പ്രായം നിഷ്കർഷിച്ചിട്ടില്ല. അതേപോലെ തന്നെ ദർ ഇസ് നോ ലിമിറ്റ് ഓൺ ദ നമ്പർ ഓഫ് ടൈംസ് ഓഫ് കാൻഡിഡേറ്റ് ക്യാൻ അപ്പിയർ ഫോർ ദി എക്സാം. എൻറോൾ ചെയ്ത് 2 വർഷത്തിനുള്ളിലാണ് ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ എഴുതേണ്ടത്. എന്നാൽ ദേ ക്യാൻ റീടേക്ക് ദ എക്സാം ആസ് മെനി ടൈംസ് ആസ് നീഡഡ്. ഇത് സീനിയോറിറ്റിയെ ബാധിക്കുന്നില്ല. എയ്ബ് ഓപ്പൺ ബുക്ക് എക്സാം ആണ്, ക്വാളിഫയിങ് എക്സാം ആണ്, നെഗറ്റീവ് മാർക്ക് ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇതൊരു വളരെ ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണെന്ന് നമുക്ക് തോന്നും. പക്ഷേ കൃത്യമായ പ്ലാനിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ എക്സാം ക്രാക്ക് ചെയ്യാൻ വളരെ പ്രയാസകരമായിരിക്കും. കാരണം കഴിഞ്ഞ കുറച്ച് എഡിഷനുകളിലായിട്ട് എസ്പെഷ്യലി എയ്ബിന്റെ 18ാമത്തെയും 19ാമത്തെയും എഡിഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറും റിസൾട്ടും പരിശോധിക്കുമ്പോൾ എയ്ബ് എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള കാരണങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് പ്രൊസീജറൽ ലോസിൽ നിന്ന് കൺസെപ്ച്വൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ബെയറാക്റ്റിൽ നിന്ന് ഡയറക്ട്ലി പിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കേസ് ലോസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനിംഗ് ഇല്ലാണ്ടേ കൃത്യമായി പഠിക്കാതെ എക്സാമിന് പോയി കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പ്രയാസകരമായിരിക്കും. ഹൗ ടു ക്രാക്ക് ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ ഈസിലി? ഏത് എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും എക്സാമിനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കണം. എക്സാം പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കണം. എയ്ബ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പൺ ബുക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ മെമ്മറൈസേഷന്റെ ആവശ്യമില്ല. ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നാൽ മതി. ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷന്റെ സിലബസ് എടുക്കുക,
ഹൈ വെയിറ്റേജ് ഉള്ള സബ്ജക്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇത്രയും കാര്യം മാത്രം ചെയ്താൽ മതിയാവും. ഫോർ എക്സാമ്പിൾ, എയ്ബിൻ്റെ സിലബസ് എടുക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ 10 മാർക്കിന്, BNS BNSS രണ്ടും കൂടി ചേർത്ത് 18 മാർക്കിന്, BSA 8 മാർക്കിന്, CPC 10 മാർക്കിന്, ഇങ്ങനെ ഓരോ സബ്ജക്ട്സിൻ്റെയും മാർക്ക് എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സബ്ജക്ട്സ് നമ്മൾ ആദ്യം തീർത്തു പോവുക. കാരണം ഇനി വളരെ കുറച്ച് ദിവസങ്ങളെ എക്സാമിനുള്ളൂ. എല്ലാ ബെയറാക്സും ഒന്നും കവർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വെയിറ്റേജ് ഉള്ള സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ബെയറാക്ട് അനലൈസ് ചെയ്ത് പഠിച്ചു പോവുക. ബെയറാക്ട് അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ബെയറാക്ടിൻ്റെ ഇൻഡെക്സ് പേജ് എടുക്കുക. ഇൻഡെക്സ് പേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, ഏതൊക്കെ കൺസെപ്റ്റ്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ, ആ ഓരോ പ്രൊവിഷനിലും ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുകയോ ഹൈലൈറ്റ് ചെയ്യുകയോ ചെയ്യുക. കൂടുതലായിട്ട് നമ്മൾ എന്തെങ്കിലും എഴുതി വെക്കുകയോ അണ്ടർലൈൻ ചെയ്യുകയോ ഹൈലൈറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പേപ്പർ അലൗഡ് അല്ല. അത് മനസ്സിലാക്കിയിരിക്കുക. എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ടൈം മാനേജ്മെൻ്റ് ആണ്. അത് എക്സാം ഹാളിൽ കയറിയതിന് ശേഷമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 3.5 മണിക്കൂറാണ് എക്സാമിനുള്ളത്. ഓപ്പൺ ബുക്ക് എക്സാം ആയതുകൊണ്ടാണ് ഇത്രയും സമയം നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഒരു ക്വസ്റ്റ്യൻ്റെ മേലെ എത്ര ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ച് 100 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് റീസെൻറ്റ് ജഡ്ജ്മെൻറ്റും ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റുമാണ്. ഇത് നമുക്ക് ബെയറാക്സിൽ നിന്ന് കിട്ടത്തില്ല, കറണ്ട് അഫയേഴ്സിൽ നിന്നേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഇങ്ങനെ ഒരുപാട് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് ഓരോ സബ്ജക്ട്സിനും ഉണ്ട്. അപ്പോൾ ആ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, റീസെൻ്റ് ആയിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് നിയമത്തിൽ ഉണ്ടായിട്ടുള്ളത്, ലേറ്റസ്റ്റ് അമെൻമെൻറ്റ്സ് ഏതൊക്കെയാണ്, ആ അമെൻമെൻറ്റ്സ് എന്ത് ചേഞ്ചസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇതിനൊക്കെ പുറമെ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം മോക്ക് ടെസ്റ്റുകൾ ചെയ്തു നോക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും എളുപ്പ വഴി ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു 75% പോർഷൻസ് കവർ ആവുകയും നമുക്ക് ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ വളരെ ഈസിലി ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. സബ്ജക്റ്റ് വൈസ് പ്രിപ്പറേഷൻ ടിപ്സ്. സിലബസ് എടുക്കുക, വെയിറ്റേജ് നോക്കി പഠിക്കുക എന്ന് ഓൾറെഡി പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ 10 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിൽ നിന്ന് റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഏരിയ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, എമർജൻസി പ്രൊവിഷൻ, അമെൻമെന്റ്, ഫെഡറലിസം ആൻഡ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ, ലാൻഡ്മാർക്ക് കേസസ്. അപ്പോൾ ഇത്രയും ഏരിയ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായി സാധിക്കുന്നതാണ്. ഇനി ക്രിമിനൽ ലോയിലേക്ക് വരുമ്പോൾ BNSഉം BNSSഉം കൂടി 18 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പോൾ BNSൽ നിന്ന് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഏരിയ ജനറൽ പ്രിൻസിപ്പിൾസ്, ഒഫൻസസ് അഗൈൻസ്റ്റ് ഹ്യൂമൻ ബോഡി, ഒഫൻസസ് അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി എന്നിവയാണ്. റിപ്പീറ്റഡ്ലി കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ള ഏരിയസിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, എന്നാൽ ഈ ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. BNSSലോട്ട് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, ബെയിൽ പ്രൊവിഷൻസ്, റിമാൻഡ്, ട്രയൽ പ്രൊസീജിയർ, ജുവനൈൽ ജസ്റ്റിസ് ആൻഡ് പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട്, ഈ ഏരിയാസിൽ നിന്നാണ് പ്രധാനമായും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. സിവിൽ പ്രൊസീജിയർ കോഡിലേക്ക് വരുമ്പോൾ 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഏരിയാസ് ജൂറിസ്ഡിക്ഷൻ ഓഫ് സിവിൽ കോഡ്സ്, പ്ലീഡിംഗ്, സ്യൂട്ട്സ് ഇൻ സ്പെഷ്യൽ കേസസ്, ഇൻജങ്ഷൻ ആൻഡ് ഇന്ററിം റിലീഫ്, എക്സിക്യൂഷൻ ഓഫ് ഡിക്രി, അപ്പീൽ ആൻഡ് റിവിഷൻ. ഈ ഏരിയാസിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുള്ളത്. BSA ഭാരതീയ സാക്ഷ്യ അധിനിയം 8 മാർക്കിനാണ് ചോദിക്കുന്നത്. റെലവൻസി ഓഫ് ഫാക്ട്സ്, അഡ്മിഷൻ ആൻഡ് കൺഫെഷൻ, ബർഡൻ ഓഫ് പ്രൂഫ്, എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ്, ഡോക്യുമെന്ററി ആൻഡ് ഡിജിറ്റൽ എവിഡൻസ്, ഈ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ളത്. ഇനി കോൺട്രാക്ട്, സ്പെസിഫിക് റിലീഫ്, പ്രോപ്പർട്ടി ആൻഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, ഇത്രയും കൂടി ചേർത്ത് 8 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ കോൺട്രാക്ടിനകത്ത് നിന്ന് പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ളത് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് എന്നുള്ള
പോർഷനിൽ നിന്നാണ്. പിന്നെ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആൻഡ് റെമഡീസ്, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട്. സ്പെസിഫിക് റിലീഫ് ആക്ടിനകത്ത് സ്പെസിഫിക് പെർഫോമൻസ് ഇൻജങ്ഷൻ ആ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിനകത്ത് സ്പെസിഫിക് ട്രാൻസ്ഫർ ഉണ്ടല്ലോ, മോർട്ട്ഗേജ്, ലീസ്, ഈസ്മെന്റ്, ഈ ഏരിയാസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിനകത്ത് ഡിസോണർ ഓഫ് ചെക്ക് ആണ് കൂടുതലായിട്ടും ചോദിച്ച് കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ള ഏരിയാസും ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രയും സബ്ജക്ട്സിനും കൂടി 8 മാർക്കാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. ഫാമിലി ലോയ്ക്ക് 8 മാർക്കാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് നോക്കേണ്ടത് ഹിന്ദു മാരേജ് ആക്ട്, അതിനകത്ത് മാരേജ്, ഡിവോഴ്സ്, മെയിന്റനൻസ് നോക്കണം. ഹിന്ദു സക്സഷൻ ആക്ട്, ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് എന്ന് നോക്കണം. സ്പെഷ്യൽ മാരേജ് ആക്ട്, ഗാർഡിയൻ ആൻഡ് വാർഡ്സ് ആക്ട്, മുസ്ലിം പേഴ്സണൽ ലോ, അതിനകത്ത് മാരേജ്, ഇൻഹെറിറ്റൻസ് ആൻഡ് ഡിവോഴ്സ്, ക്രിസ്ത്യൻ ലോ. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ 8 മാർക്സ് നമുക്ക് ഈസിലി സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്തത് ലോ ഓഫ് ടോർട്സ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് മോട്ടോർ വെഹിക്കിൾ ആക്ട് ആണ്. 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ലോ ഓഫ് ടോർട്സ് ആകുമ്പോൾ തന്നെ അതിനകത്ത് കൂടുതലായിട്ടും ഡോക്ട്രിൻസും പ്രിൻസിപ്പിൾസും കേസ് ലോസും ഒക്കെയാണ് പഠിക്കാനായിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കൺസെപ്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും നെഗ്ലിജൻസ്, ന്യൂയിസൻസ്, സ്ട്രിക്ട് ലയബിലിറ്റി, അബ്സല്യൂട്ട് ലയബിലിറ്റി, വൈക്കീറിയസ് ലയബിലിറ്റി, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസസ് ഏതൊക്കെയാണ് അതൊന്ന് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ആക്ട് നോക്കുമ്പോൾ കോമ്പൻസേഷൻ പ്രൊവിഷൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നോക്കുമ്പോൾ എന്തൊക്കെയാണ് കൺസ്യൂമർ റൈറ്റ്സ്, ഡിഫറെന്റ് ഫോറംസ് ഏതൊക്കെയാണ്, മീഡിയേഷൻ എന്താണ്, പ്രൊഡക്റ്റ് ലയബിലിറ്റി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി വെക്കുക. 5 മാർക്കാണ്. പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ റൂൾസ് 4 മാർക്കിനാണ് ചോദിക്കുക. പ്രധാനമായിട്ടും വരുന്ന ഏരിയ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ്സിന്റെ ഡ്യൂട്ടീസിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ടുവേർഡ്സ് ദ കോർട്ട്, ക്ലയന്റ്, സൊസൈറ്റി. പിന്നെ പ്രൊഫഷണൽ മിസ്കോണ്ടക്ട് അണ്ടർ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ റൂൾസ് ചോദിച്ചിട്ടുണ്ട്. ഡിസിപ്ലിനറി പവേഴ്സ് ഓഫ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ഏതൊക്കെയാണ്, അതൊക്കെ നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്ക് ഈസിലി സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ 4 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൺസെപ്റ്റ് ആൻഡ് എവല്യൂഷൻ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ഏത് ജസ്റ്റിസ് ആണ് ഇത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അപ്പർ ഹാൻഡ് എടുത്തത്, അതേപോലെ തന്നെ ഏത് കേസിലാണ് ആദ്യമായിട്ട് വന്നത്, റോൾ ഓഫ് ജുഡീഷ്യറി ഇൻ സോഷ്യൽ ജസ്റ്റിസ്, ലാൻഡ്മാർക്ക് കേസസ്, ഈ കാര്യങ്ങളൊക്കെ നോക്കിയാൽ 4 മാർക്ക് ഈസിലി സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ലേബർ ആൻഡ് ഇൻഡസ്ട്രിയൽ ലോസിലോട്ട് വരുമ്പോഴത്തേക്കും 4 മാർക്കാണ് സിലബസിൽ തന്നിരിക്കുന്നത്. ലേബർ ആൻഡ് ഇൻഡസ്ട്രിയൽ ലോ ഒരുപാട് നിയമങ്ങളുണ്ട് അതിനകത്ത് പഠിക്കാനായിട്ട്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്, ട്രേഡ് യൂണിയൻ ആക്ട്, മിനിമം വേജസ് ആക്ട്, പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്, ബോണസ് ആക്ട്, അങ്ങനെ ഒട്ടനവധി ലോസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. 4 മാർക്കാണ് ഉള്ളത്. അപ്പം വെയിറ്റേജ് അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചിട്ട് പോവുക. ഓക്കെ. അപ്പൊ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിനകത്ത് സ്ട്രൈക്ക്, ലേ ഓഫ്, റിട്രൻച്ച്മെന്റ് ഒക്കെയാണ് റെഗുലർലി ചോദിച്ച് കണ്ടിട്ടുള്ളത്. ടാക്സേഷൻ ലോ വരുമ്പോഴത്തേക്കും 4 മാർക്കിനാണ് അഗെയിൻ. ബേസിക്സ് ഓഫ് ഇൻകം ടാക്സ് ആക്ട്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ഡിഫറെന്റ് ഹെഡ്സ് ഓഫ് ഇൻകം, ഇതൊക്കെയാണ് റിപ്പീറ്റഡ്ലി ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതേ കണക്ക് തന്നെ ഗൂഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ടാക്സബിൾ സപ്ലൈ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, കസ്റ്റം ആൻഡ് എക്സൈസ് ഡ്യൂട്ടീസ്, ഫയലിംഗ് ബേസിക്സ് ആൻഡ് പെനാലിറ്റീസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ടാക്സേഷൻ ലോയിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. 4 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക. പിന്നെ കമ്പനി ലോ 2 മാർക്ക്, എൻവയോൺമെന്റൽ ലോ 2 മാർക്ക്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് 2 മാർക്ക്. എൻവയോൺമെന്റ് ലോയും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും നമ്മൾ പഠിക്കാൻ എടുക്കുമ്പോൾ ലേബർ ലോ പറഞ്ഞതുപോലെ തന്നെയാണ്, ധാരാളം ലെജിസ്ലേഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ വെയിറ്റേജ് വളരെ കുറവാണ്. അപ്പോൾ അതിന് അത്രയും ഇമ്പോർട്ടൻസ് നൽകി പഠിച്ചാൽ മതിയാകും. ലാൻഡ് അക്വിസിഷൻ ആക്ട് 2 മാർക്കിന് ചോദിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ലോ 3 മാർക്കിന്, ADR ഇൻക്ലൂഡിംഗ് ആർബിട്രേഷൻ ആക്ട് 4 മാർക്കിന്, കൂടാതെ സൈബർ ലോ 2 മാർക്കിന്. ഇതാണ് നമ്മളുടെ എൻറ്റയർ സിലബസ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള കാര്യം ഹയർ വെയിറ്റേജ് ഉള്ള സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. വളരെ ധാരാളം പഠിക്കാനുണ്ട്, എന്നാൽ വളരെ കുറച്ച് വെയിറ്റേജ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സബ്ജക്ട്സ് നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് സ്കിപ്പ് ചെയ്യുന്നതാവും നല്ലത്. സമയമുള്ളവർക്ക് എല്ലാ സബ്ജക്ട്സും നോക്കിയിട്ട് പോകാവുന്നതാണ്.
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനും സമയം കിട്ടാത്തവർ ക്രാഷ് കോഴ്സ് ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന 27, 28 തീയതികളിൽ ക്രാഷ് കോഴ്സ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ ബാർ എക്സാമിന് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക.